ഹായ് ഹലോ എല്ലാവർക്കും സഫി സോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലുലുവിലേക്ക് പോവാം. 27-ാം തീയതി ലുലുവിൽ പ്രത്യേകതയൊന്നുമില്ല. ഇന്നെൻ്റെ പ്രിയതമൻ്റെ ബർത്ത്ഡേ ആണ്. 27 ഡിസംബർ 27 അങ്ങനെ ബർത്ത്ഡേ ഒക്കെ ആണ്. ബർത്ത്ഡേ മാത്രമല്ല, എൻ്റെ സഹോദരിയുടെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൊണ്ട് ലുലു മോളിൽ പോകണം. അവരുണ്ട്, പിന്നെ എൻ്റെ അമ്മയുണ്ട്. അവരൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ലുലുവിലോട്ട് പോവുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് പോകണം, എൻ്റെ അമ്മയുടെ അടുത്ത് പോകണം. അമ്മയുമായിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് അവർ ലുലു കാണുന്നത്. അമ്മയും താത്താടെ മക്കളും ഫസ്റ്റ് ടൈമാണ് ലുലു കാണുന്നത്. കാരണം അവരിങ്ങനെ ട്രിവാൻഡ്രം വരലില്ലല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പം അവർ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആണ്. അങ്ങനെ നമ്മളിങ്ങനെ ഹാപ്പിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ കല്ലയം, നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് കുറച്ച് അപ്പുറമാണ് കല്ലയം. മുമ്പ് താമസിച്ചത് അവിടെയാണ്. അപ്പോൾ പള്ളിമുക്കിൽ അവിടെ ഒരു വലിയ പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിറച്ചിങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് മറ്റേ സ്വർഗം പോലെ ആക്കിയിട്ടിട്ടുണ്ട്. ഫുള്ള് ലൈറ്റാണ്, ഭയങ്കര രസമായിട്ട് അങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു വീഡിയോ എടുത്തു. അതിങ്ങനെ ജസ്റ്റ് വീഡിയോയൊക്കെ എടുത്ത് ഇങ്ങനെ നമ്മൾ എന്താ പറയുക, നമ്മളിങ്ങനെ ആസ്വദിക്കുമല്ലോ, അത് കണക്ക് ഇങ്ങനെ കണ്ടു. വലിയ പള്ളിയാണ്, അത്യാവശ്യം നല്ല വലിയ പള്ളിയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലുലുവിൽ പോയി. ലുലു എത്താറായി എന്ന് പറഞ്ഞ് പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞു, ലുലു എത്താറായി, നോക്കൂ എന്നൊക്കെ പറഞ്ഞു. വലിയ ബ്ലോക്കും തിരക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ലുലുവിൽ പോയപ്പം ഒരു കാര്യം കണ്ടു, അവിടെ EV ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു യാദൃച്ഛികമായിട്ട് കണ്ടതാണ്. വണ്ടി ഇങ്ങനെ നമ്മൾ പാർക്കിംഗ് സെക്ഷൻ പോകുമല്ലോ, ആ സമയത്ത് അവിടെ ഒരു സ്കൂട്ടറിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ചാർജ് ചെയ്യാനുള്ളൊരു സ്ഥലം കണ്ടു. നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം എന്താ പറയുക, ഇപ്പം ഇപ്പം എനിക്ക് ഇലക്ട്രിക് സ്കൂട്ടറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടർ ഉള്ളവർക്കും അതൊരു ഉപകാരപ്രദമാകും. അപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ യാദൃച്ഛികമായിട്ടൊക്കെ ഇന്ന് ലുലു മോളിൽ പലതും സംഭവിച്ചു. കുറേ വർഷങ്ങൾ കൂടി കാണാതിരുന്ന ആളുകളെ കണ്ടു, അല്ലാതെയുള്ള ആളുകളെ കണ്ടു. ഇപ്പം ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ലുലുവിൽ പോയിട്ട് നമ്മൾ കാണാത്ത, അതായത് കുറേ നാളുകളായിട്ട് കാണാതിരുന്ന വ്യക്തികളെ കാണുന്നത്. വ്യക്തികളെ മീൻസ് ഞാൻ വ്യക്തിയാണ് കണ്ടത്. അപ്പം ആരാണെന്ന് വഴിയേ പറയാം. പക്ഷേ എന്താ പറയുക, ഭയങ്കര സന്തോഷമായി. യാദൃച്ഛികമായിട്ടുള്ളൊരു വീഡിയോ കിട്ടുകയും ചെയ്തു കാണുന്നതിൻ്റെ. അതും ഒരു എന്താ പറയുക, യാദൃച്ഛികത വളരെയാണ്. നമ്മളവിടെ താഴോട്ട് അങ്ങനെ ഇറങ്ങണമെന്ന് വിചാരിച്ചതല്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടു, ഫുഡൊക്കെ കഴിച്ചു, തിരിച്ചു പോകണം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ വന്നു എന്നേ ഉള്ളൂ. പക്ഷേ അപ്പോഴാണ് അവിടെ ഒരു ചെടി, ഒരു മരം അവിടെ നട്ടിരിക്കുന്നത് കണ്ടത്. അപ്പോൾ വിചാരിച്ചു എങ്കിൽ അവിടെ പോയി നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് താഴോട്ട് ഇറങ്ങി ഇങ്ങനെ നടന്നു പോയത്. അപ്പോഴാണ് യാദൃച്ഛികവശാൽ, അപ്പം എൻ്റെ വീഡിയോ എടുക്കുമായിരുന്നായിരുന്നു. അപ്പോൾ യാദൃച്ഛികവശാൽ ഒരാളെ കണ്ടു. അത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ മക്കളും സന്തോഷത്തിലാണ്. മക്കൾ സന്തോഷത്തിലെന്ന് പറഞ്ഞാൽ ലുലുവിൽ പോയി അവിടെ കണ്ടു എന്നതിനേക്കാൾ ഉപരി അവരെ സന്തോഷിപ്പിച്ചത് വേറൊരു കാര്യമാണ്. വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ അതൊരു പറയാം വഴിയെ. ഇപ്പം നമ്മൾ KFC കഴിച്ചു. KFC പക്ഷേ വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. എന്തൊക്കെയോ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ ആരടുത്തൊക്കെയോ ഫോണിൽ പറഞ്ഞു KFC ലുലുവിൽ നല്ലതാണെന്ന്. പക്ഷേ അല്ല, കൊള്ളൂലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പോയപ്പോൾ ഇതാണ് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും സന്തോഷമായ കാര്യം. ഇത് ആരെന്ന് ചോദിച്ചാലും മിക്കവർക്കും അറിയാം, ചട്ടമ്പീസിലെ കുട്ടികളാണ്. നിങ്ങൾ ഇത്രയും ഭയങ്കര കാര്യം ചേച്ചി അവിടെ മെനിങ്ങാന്ന് കൂടി ഞങ്ങൾ ഇന്ന് കണ്ടേ ഉള്ളൂ TV-യിൽ. നിങ്ങളെ ലുലു മോൾ ഇതിൽ പോയാ അവരെ കണ്ടപ്പം കഴിഞ്ഞാ? നിങ്ങൾ ആരെ കണ്ട ലുലുവില്? ലുലുവിലെ ചട്ടമ്പീസിന് ആനി ചേച്ചി, ബേസു ചേട്ടൻ, എബിൻ ചേട്ടൻ, ഡാനിയൽ ചേട്ടൻ എല്ലാവരെയും കണ്ടു. ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ മൂമെന്റ് നമ്മൾ കൊണ്ടുവന്ന് നമ്മളാരായി പോവാൻ. ഇത് സ്കൂളിൽ ചെന്ന് എങ്ങനെ പറയും ചട്ടമ്പീസ് വരെ കണ്ടെന്ന് ഇങ്ങനെ പറയും.
അവരുടെ ഓവർ എക്സൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇവരെന്താ, ഇവരുടെ ഡെയിലി റൊട്ടീൻ എന്താ, അങ്ങനെ ആകെ ബഹളമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഞാനൊരു കേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. വലിയ ഡിസൈനൊന്നും ചെയ്തില്ല. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്തു. നമ്മൾ 4 മക്കളും ഒക്കെ ആയിട്ട് നിന്നിങ്ങനെ കേക്ക് കട്ട് ചെയ്തു. ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് എന്നൊക്കെ പറയും പോലെ നല്ല രസമായിരുന്നു. അത് കേക്ക് കട്ട് ചെയ്തു, മക്കൾക്കൊക്കെ കൊടുത്തു, മക്കളൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ക്യാമറ ഞാൻ ഇടയ്ക്ക് ഒന്ന് ഓഫ് ചെയ്തിട്ട് പോയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് എപ്പോഴും ആരോ ഓൺ ചെയ്തിട്ടിരുന്നു, ഞാനത് കണ്ടില്ല. അപ്പം പിന്നെ എനിക്ക് ക്യാമറ എടുക്കാൻ, അതായത് യൂട്യൂബിലോട്ട് വീഡിയോ എടുക്കാനായിട്ടൊക്കെ ഒരു ഫോൺ കിട്ടിയിട്ടുണ്ട്. ഈ കോള് വേറെ ആക്കാൻ പറ്റും ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ വീഡിയോസൊക്കെ ഇടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതേ ജാഫർ മോൻ പപ്പയ്ക്കൊരു ഗിഫ്റ്റ് കൊടുത്തതാണ്. എനിക്കും തന്നു കേട്ടോ. ബ്യൂട്ടിഫുൾ മമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേപ്പറിൽ എഴുതി, മമ്മിക്ക് വിഷമാവണ്ട എന്നും പറഞ്ഞിട്ട് എനിക്കും ഒരു കുട്ടി ഗിഫ്റ്റൊക്കെ തന്നു. ഭയങ്കര പാവമാണ് മോന് ജാഫർ. ഭയങ്കര പാവം എന്ന് പറഞ്ഞാൽ അവൻ ഫുഡ് കഴിക്കാൻ പോകുമ്പം മമ്മി കഴിച്ചോ, മമ്മിക്ക് തരട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ, മമ്മി മമ്മി നമ്മുടെ കൂടെ വന്നിരുന്ന് കഴിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും. അപ്പം ഭയങ്കര ഒരു എന്താ പറയുന്ന ഭയങ്കര സ്നേഹം ആണ്. അപ്പം മോൻ്റെ അതിനിടയിൽ കേക്ക് കൊടുക്കാൻ പോയതാണ്. അപ്പം ഏട്ടനാണെങ്കിൽ കേക്ക് കഴിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു അത് അവന് വിഷമാവൂലേ എന്നിങ്ങനെ പറഞ്ഞപ്പം ശരിയാണല്ലേ, നമ്മൾ ചില കാര്യങ്ങൾ ചിലപ്പം ചെയ്യുന്നത് കുഞ്ഞു മനസ്സല്ലേ, അവർക്ക് വിഷമാവും. അത് നമ്മൾ കഴിക്കാത്തത് കൊണ്ടാണ്. ചിലപ്പം ഞാനും അവൻ കൊണ്ടുവരുമ്പോൾ ഞാൻ പറയാറുണ്ട്, വേണ്ട മോനെ, എനിക്ക് ഈ മധുരമുള്ളതൊന്നും അത്ര അങ്ങോട്ട് പറ്റില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, യാദൃശ്ചികമായിട്ട് ഞാനും അവിടെ ഒരാളെ കണ്ടുവന്ന്, അത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് കുഞ്ഞാക്കി ഇടാം. എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.